കോർണക്കി ഫുട്ബോളിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ ബാലൻഡിയോർ ആര് നേടും? അതാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ചൂടേറിയ ചർച്ച. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 3 പേരാണ്, 3 സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഈ വർഷത്തെ ബാലൻഡിയോറിന്റെ ആ റാങ്കിങ്ങിൽ മുൻപന്തിയിലുള്ളത്. ബാർസലോണയിൽ നിന്ന് 17 വയസ്സുള്ള പാൽക്കാരമ്പയൻ ലാമിൻ യമാലും, അതുപോലെ തന്നെ ബ്രസീലിയൻ സൂപ്പർ താരം റാഫിനിയും, അതുപോലെ തന്നെ PSG സൂപ്പർ താരം ഒസ്മാൻ ഡെംബലയുമാണ് ആ 3 കാൻഡിഡേറ്റ്സ്. ഇവർ 3 പേരിൽ ആര് നേടിയാലും അതൊരു ഫെയർ നേട്ടമെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. എല്ലാ ഫാൻ ബേസുകളും ഉപേക്ഷിച്ച്, എല്ലാ ഫാൻ ബേസുകളും മാറ്റി വെച്ചുകൊണ്ട് നോക്കിയാൽ ഈ 3 പേര് നമ്മളെടുത്ത ഈ സീസണിൽ തന്നെ ഒരു മികച്ചൊരു പെർഫോമൻസിലൂടെയാണ് 3 പേരും കടന്നു പോകുന്നത്. ബാർസലോണയ്ക്ക് വേണ്ടി ലാമിൻ യമാലും റാഫിനിയും ഡൊമസ്റ്റിക് ട്രബിൾ നേടി. പക്ഷേ ഡെംബൂസിനെ നോക്കുകയാണെങ്കിൽ PSG വേണ്ടി അവരുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവർ ഒരു ചാമ്പ്യൻ ലീഗ് നേടി. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് 3 കപ്പ് നേടി. അങ്ങനെ ടോട്ടൽ 4 കിരീടങ്ങളാണ് PSG വേണ്ടി ഡെംബൂസ് നേടിയിട്ടുള്ളത്. അപ്പം അവരുടേതായ ഒരു കഴിവ് അവർ ഈ സീസണിൽ ക്ലബിന് വേണ്ടിയിലായിരുന്നാലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബേസ് കൺട്രിക്ക് വേണ്ടിയായിരുന്നാൽ പോലും അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി തീരുമാനിക്കുന്നത് വോട്ടേഴ്സാണ്. അപ്പോൾ വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റുകളും അതുപോലെ തന്നെ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റന്മാരുമാണ് ഇപ്പം ആരാണ് ആ ഒരു ബാലൻഡിയർ നേടാൻ അർഹനെന്ന് തീരുമാനിക്കുന്നത്. അവർക്കാണല്ലോ വോട്ടിംഗ് അവകാശമുള്ളത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസും ഡിസിപ്ലിനും അതുപോലെ തന്നെ ഫെയർ പ്ലേയുമാണ് അവർ നോക്കുന്നത്. അപ്പം അവരാണ് ഇനി തീരുമാനിക്കുന്നത് ബാലൻഡിയർ ആര് നേടണമെന്ന്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെംബൂസ് ഈ സീസണിലെ ആ ഒരു ബാലൻഡിയർ നേടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറയുമ്പോൾ ഞാനൊരു ലിവർപൂൾ ആരാധകനാണ്. അതുപോലെ തന്നെ സലയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടെ, സല എന്നൊരു വ്യക്തി ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. പക്ഷെ അവിടെ നിന്ന് നോക്കിയാലും ഡിസംബറിലും അതുപോലെ തന്നെ ജനുവരിയിൽ പകുതിയൊക്കെ ആണെങ്കിൽ സല ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ്സ് എന്ന് വേണം പറയാൻ. സല ആ സമയത്ത് ഈ സീസൺ നോക്കുകയാണെങ്കിൽ 34 ഗോളുകളും 23 അസിസ്റ്റുകളും സല നേടിയിട്ടുണ്ട്. ലിവർപൂളിന് വേണ്ടി മിന്നും ഫോമിലാണെന്ന് വേണം പറയാം. കാരണം പ്രീമിയർ ലീഗിൽ പ്ലെയർ ഓഫ് ദ സീസൺ ആണ് സല, പ്ലേ മേക്കറാണ്, ടോപ്പ് സ്കോററാണ്, അതുപോലെ തന്നെ ഫുട്ബോൾ ഓഫ് ദ ഇയർ ആണ് സല. ചരിത്രപരമായ നേട്ടങ്ങളാണ് ഈ സീസണിൽ സല നേടിയിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു പ്രീമിയർ ലീഗിൽ നിന്ന് ഒരു ഫസ്റ്റ് സീസണിൽ തന്നെ അർനെ സ്ലോട്ടിന്റെ ഫസ്റ്റ് സീസണിൽ തന്നെ ലിവർപൂൾ ആ പ്രീമിയർ ലീഗ് കിരീടം നേടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ പ്രീമിയർ ലീഗിൽ മാത്രം സല ഒതുങ്ങി പോകുന്നുണ്ട്. വേറൊരു നേട്ടം കൂടെ, എന്തെങ്കിൽ കരാബോ കപ്പോ അതുപോലെ തന്നെ FA കപ്പോ പോലുള്ള ഒരു നേട്ടങ്ങൾ കൂടെ നേടിയിട്ടുണ്ട് എന്നുണ്ടായിരുന്നുവെങ്കിൽ സലയും ഈ സീസണിൽ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ്സ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന, എനിക്കില്ല, നമുക്ക് കളി കാണുന്ന എല്ലാവർക്കും പറയാൻ സാധിക്കും സലയ്ക്ക് അർഹതയുണ്ട്. പക്ഷെ സല ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ആയിട്ട് വരാൻ സാധ്യതയില്ല. അപ്പം ഈ 3 പേരുമാണ്. ഒന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഡെംബൂസ് നേടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഡെംബൂസ് പറയാമെങ്കിൽ ഈ സീസണിൽ 4 ട്രോഫിക്കൽ PSG നേടിയിട്ടുണ്ട്. PSG UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ആ ജേണിയിൽ വൈറ്റലായിട്ടുള്ള ഗോളുകൾ, വൈറ്റൽ മൊമെന്റുകളാണ് ഡെംബൂസ് ഒരുക്കിയിട്ടുള്ളത്. ലിവർപൂളുമായിട്ട് ഗോൾ നേടുന്നുണ്ട്, വൈറ്റൽ ഗോൾ. അതുപോലെ തന്നെ ആർസണലുമായിട്ട് ഗോൾ നേടുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനലിൽ അസിസ്റ്റ് നേടുന്നുണ്ട്. അങ്ങനെ നേട്ടങ്ങൾ, അങ്ങനെ ഒരു പങ്ക് ഡെംബൂസ് വഹിക്കുന്നുണ്ട്. PSG ടോപ്പ് സ്കോറർ കൂടിയാണ് ഡെംബൂസ്. അപ്പം ഡെംബൂസ് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ PSG ക്ലബ് വേൾഡ് കപ്പ് വരാനുണ്ട്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബേസ് നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് ടീമിനുണ്ട്. ഫ്രാൻസ് ആണെങ്കിൽ സ്പെയിനുമായിട്ട് നാഷണൽസ് ലീഗിന്റെ സെമി ഫൈനൽ ഈ വരുന്ന വെള്ളിയാഴ്ച ഏറ്റുമുട്ടാൻ പോകുന്നു. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഡെംബൂസിനുണ്ട്. പക്ഷെ അത് ഇല്ലായിരുന്നാൽ പോലും ഈ സീസണിൽ ഡെംബൂസ് ഒരു സൂപ്പർ പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. ആ ഒരു ബാർസലോണ കരിയർ നോക്കുകയാണെങ്കിൽ വെറും പരിക്കിന്റെ പിടിയിലായി പോയ മാത്രം താരം കൂടിയാണ് ഡെംബൂസ്. ഈ സീസണിൽ ലൂച്ചയുടെ കീഴിൽ മിന്നും ഫോമിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പം അദ്ദേഹത്തിന് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അദ്ദേഹം നേടണമെന്ന്. അപ്പൊ രണ്ടാമതായിട്ട് വരുന്നത് റാഫിനിയ, ബ്രസീലിയൻ സൂപ്പർ താരം റാഫിനിയ. അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ തന്നെ ഒരു പീക്ക് പെർഫോമൻസിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ലീഡ്സിൽ നിന്ന് ബാർസലോണ വന്നതിന് ശേഷം വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. ഈ സീസൺ നോക്കുകയാണെങ്കിൽ 39 ഗോളുകൾ. ബ്രസീലിയൻ ഇതിഹാസം സുൽത്താൻ നെയ്മർ പോലും ആ ഒരു ബാലൻഡിയോർ എന്നൊരു സ്വപ്നം ബാക്കി വെച്ചുകൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് പോയത്. അപ്പം ആ ഒരു ബ്രസീലിയൻ താരം നേടുന്ന ഏറ്റവും നല്ലൊരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് റാഫിനിയ ഈ സീസൺ നേടിയിട്ടുള്ളത്. 39 ഗോളുകളും 25 അസിസ്റ്റുകളും ഈ സീസൺ അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പം ബാർസലോണയ്ക്ക് വേണ്ടി ഡൊമസ്റ്റിക് ആയിട്ടുള്ള 3 ട്രോഫികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഡിഫെൻസീവിലായിരുന്നാലും പോലും ഒഫൻസീവിലും അതുപോലെ തന്നെ ഓപ്പൺ പ്ലേയിലേക്ക് ബാർസലോണ ഒരുപാട് ഇൻവോൾവ്മെന്റ് ആയിട്ടുണ്ട്. റാഫിനിയ വൈറ്റൽ മൂവ്മെന്റുകൾ ബാർസലോണ ഒരു വിജയ ഗോളൊക്കെ നേടാൻ റാഫിനിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ നല്ലൊരു നേട്ടങ്ങളിലൂടെയാണ് റാഫിനിയ കഴിഞ്ഞു പോകുന്നത്. പക്ഷെ പറയാമെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ട്
അദ്ദേഹത്തിന്റെ സീസൺ എന്തായാലും കഴിഞ്ഞിട്ട്, കാരണം ഇന്റർനാഷണൽ നോക്കുകയാണെങ്കിൽ ബ്രസീലുമായിട്ട് ഇനിയിപ്പം ക്വാളിഫയർ മാച്ചുകൾ മാത്രമേ റാഫിനിക്ക് ബാക്കിയുള്ളൂ. ഈ വരുന്ന ക്വാളിഫയർ മാച്ച് ഇക്വഡോറുമായിട്ട് പരാജയമായിട്ടുള്ള 2 മാച്ചുകൾ മാത്രമേ റാഫിനിക്ക് ബാക്കിയുള്ളൂ. ഒരു സീസൺ ഒരു കോമ്പറ്റീഷൻ ബേസ് റാഫിനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇത് മാത്രമേ റാഫിനിക്ക് ബാക്കിയുള്ളൂ. പക്ഷെ എങ്കിലും നോക്കുകയാണെങ്കിലും മികച്ച സീസണിലൂടെയാണ് റാഫിനിയെ കടന്നുപോയത്. ഇപ്പം ഡെംബൂസ് നേടിയാലും റാഫിനെ നേടിയാലും അത് അർഹമായ നേട്ടമെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു താരം 17 വയസ്സുള്ള യങ് ലാമിൻ യമാൽ 19 ഗോളുകളും 26 അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഈ സീസൺ നേടിയിട്ടുള്ളത്. ബാർസലോണയൊപ്പം 3 ഡൊമസ്റ്റിക് ട്രോഫികൾ ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു യങ് ഫുട്ബോളർ, യങ് ഡ്രിബിളർ, അതുപോലെ തന്നെ യങ് ഗോൾ സ്കോറർ എന്നൊക്കെ പറയാം. ആ മെസ്സി ഉള്ള സമയത്തുള്ള ആ ഒരു വൈബ് എങ്ങനെയായിരുന്നു, ആ ഒരു വൈബൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ സീസണിൽ ഒരു കാൻഡിഡേറ്റ്സ് തന്നെയാണ്. എൻ്റെ ഒരു സ്ഥാനത്തിന് ഒരു 3ാം സ്ഥാനത്താണ് 3ാം സ്ഥാനമാണ് അദ്ദേഹത്തിന് വരുന്നത്. പറയാമെങ്കിൽ ഈ വരുന്ന നാഷണൽ ലീഗിൽ സ്പെയിൻ സ്കോഡ് അദ്ദേഹം ഉണ്ട്. അപ്പൊ ആ ഒരു നാഷണൽസ് ലീഗ് നേടുകയാണെങ്കിൽ ചിലപ്പം ആ ഒരു റാങ്കിങ്ങിൽ ഒരു മാറ്റങ്ങൾ വന്നേക്കാം. ആ ഒരു നാഷണൽ ലീഗോട് കൂടി ലാമിൻ യമാലിന്റെ ഒരു ബാലൻഡിയർ ചാൻസിന് അല്പം കൂടെ സ്ഥാനക്കയറ്റം വന്നേക്കാം. എങ്കിലും വലിയൊരു അംഗീകാരമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഒരു 17 വയസ്സുള്ള പയ്യൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലോകത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരത്തിന് അടുത്തെത്തിയിരിക്കണം. അത് തന്നെ ഏറ്റവും ഒരു വലിയൊരു അംഗീകാരമാണ്. ആ വയസ്സിലൊക്കെ നമ്മളൊക്കെ ഒരു മടലും വെട്ടി ചിൽസന്റെ ബാളുമായിട്ട് വല്ല പറമ്പിലോ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയമാണ്, അല്ലെങ്കിൽ വെറുതെ ഫുട്ബോൾ കളിച്ച് നടക്കുന്ന ഒരു സമയം എന്ന് വേണം പറയാം. അവിടെ നിന്നാണ് ലാമിൻ യമാലിന്റെ ഈ ഒരു വലിയൊരു നേട്ടം നേടുന്നത്. അങ്ങനെ ഈ ഒരു 3 പേരാണ് ഈ സീസണിലെ ഒരു ബാലൻഡിയർ അർഹനായിട്ട് വന്ന ഏറ്റവും കൂടുതൽ അർഹതയുള്ള 3 കാൻഡിഡേറ്റ്സുകൾ. അപ്പൊ എൻ്റെ ഒരു 10 പേരടങ്ങുന്ന ഒരു പവർ റാങ്കിങ് പറയാമെങ്കിൽ 1ാം സ്ഥാനത്ത് വരുന്നത് ഡെംബൂസ് ആണ് ഈ സീസണിലെ ഒരു ബാലൻഡിയറിന് ഏറ്റവും കൂടുതൽ അർഹനായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരുന്നത്. 2ാം സ്ഥാനത്ത് അത് റാഫിനിയ, ബ്രസീലിയൻ സൂപ്പർ താരം റാഫിനിയ. നല്ലൊരു സീസണിലൂടെയാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഒരു പീക്ക് പെർഫോമൻസിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. അതുപോലെ തന്നെ 3ാമത്തെ സ്ഥാനത്ത് വരുന്നത് ലാമിൻ യമാൽ ഈ ഒരു സീസണിലെ ബാലൻഡിയർ റാങ്കിൽ 3ാം സ്ഥാനത്താണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. 4ാം സ്ഥാനത്ത് വരുന്നത് ഈജിപ്ഷ്യൻ കിങ് മുഹമ്മദ് സലാ. ഒരു പ്രീമിയർ ലീഗ് നേടാൻ സാധിച്ചു. പക്ഷേ എങ്കിലും ഒരു ട്രോഫിയും കൂടെ അദ്ദേഹം നേടിയിരുന്നെങ്കിൽ ഈ സീസണിലെ ഒരു ബാലൻഡിയർ നേടാനുള്ള ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ്സ് സല എന്ന് വേണം എനിക്ക് പറയാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം 4ാം സ്ഥാനത്താണ് വരുന്നത്. 5ാം സ്ഥാനത്ത് ഒണ്ണനുള്ളി മിഡ്ഫീൽഡർ കൂടെയായ പെഡ്രി ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ ഡിഫെൻസീവ് ആയാലും ഒഫൻസീവ് ആയാലും പോലും ഈ ബാർസലോണ ഈ സീസണിലെ ഈ കുതിപ്പിന് ഒരു എഞ്ചിൻ അത് പെഡ്രി എന്ന് വേണം എനിക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ 5ാം സ്ഥാനത്ത് 5ാം റാങ്ക് അത് പെഡ്രിക്കുള്ളതാണ്. 6ാം സ്ഥാനത്ത് ഒന്നുകിൽ വിറ്റീനിയ നോക്കുകയാണെങ്കിൽ PSG ഈ ഒരു സീസണിലെ ഈ കുതിപ്പിന് നെടുന്തൂണ്, പെഡ്രിയെ പോലെ തന്നെ ഒരു നെടുന്തൂണ് വിറ്റീനിയ എന്ന് വേണം പറയാം. ആ ഒരു വോൾസ് നിന്നിട്ട് പരാജയപ്പെട്ട ഒരു സീസൺ നിന്ന് പോലും PSG വന്നതിന് ശേഷം അദ്ദേഹം ഒരു മികച്ചൊരു മിഡ്ഫീൽഡർ ആയിട്ടാണ് മാറിയിട്ടുള്ളത്. PSG ഈ സീസണിലെ കുതിപ്പിന് അദ്ദേഹം ഒരു കാരണമായിട്ടുണ്ട്. അപ്പം 6ാം സ്ഥാനത്താണ് വിറ്റീനിയ വരുന്നത്. 7ാം സ്ഥാനത്ത് ഹക്കീമി ഇതുപോലെ തന്നെ PSG വേണ്ടി 9 ഗോളുകൾ ഈ സീസണിൽ നേടി. അതുപോലെ തന്നെ അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തു. PSG ഈ സീസണിലെ ഒരു കുതിപ്പിന് ഹക്കീമും ഒരു കാരണമായിട്ടുണ്ട്. അപ്പൊ ഹക്കീമിയാണ് 7ാം സ്ഥാനത്ത്. 8ാം സ്ഥാനത്ത് എംബാപ്പെ ഒരു ട്രോഫിയിൽ പോലും അദ്ദേഹം PSG നിന്ന് റയൽ വന്നതിന് ശേഷം നേടിയില്ല. പക്ഷെ എങ്കിൽ പോലും ലലീഗയിലെ ടോപ്പ് സ്കോററാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ സീസണിൽ തന്നെ ഒരു റയൽ വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു താരമായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പം അദ്ദേഹമാണ് 8ാം സ്ഥാനത്ത്. അപ്പൊ 9ാം സ്ഥാനത്ത് വരുന്ന ഡിസേർ ഡോ. അദ്ദേഹം ഇതേപോലെ തന്നെ 19 വയസ്സുള്ള ഒരു യങ്സ്റ്റേഴ്സ് PSG ഈ സീസണിലെ ഒരു കുതിപ്പിന് ഡിസേർ ഡോവും ഒരു കാരണമായിട്ടുണ്ട്. കാരണം ഒരു സീസണിന്റെ പകുതി എന്ന് വേണം ആ ഒരു ഫോമിലൊക്കെ അദ്ദേഹം വരുന്നത്. അപ്പം ഡിസേർ ഡോ തന്നെയാണ് 9ാം സ്ഥാനത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. 10ാം സ്ഥാനത്ത് ഹരിക്കെയിൻ ഇതുപോലെ തന്നെ ഒരു സീസണിലെ ബുണ്ടസ് ലീഗ് അദ്ദേഹം നേടി. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ആദ്യത്തെ പ്രൊഫഷണൽ ട്രോഫിയാണ് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബുണ്ടസ് ലീഗിലെ ടോപ്പ് സ്കോറർ കൂടിയാണ് അദ്ദേഹം. അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു താരം കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം തന്നെയാണ് എൻ്റെ ഒരു റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തുള്ളത്. അങ്ങനെ ഈ ഒരു 10 പേരാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാലൻഡിയർ റാങ്കിങ്ങിൽ ഉള്ളത്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് പല അഭിപ്രായമായിരിക്കാം. പക്ഷെ എങ്കിലും എല്ലാവരും ഫാൻ ബേസ് വെച്ച് ഇനിയിപ്പം ലാമിൻ യമാൽ നേടിയാലും അതിപ്പോൾ റാഫിനിയ നേടിയാലും ഉസ്മാൻ ഡെംബല നേടിയാലും അത് അർഹമായ നേട്ടമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരിക്കും നമസ്കാരം.